കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം.
പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത് വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എൻ്റെ പൊന്നുപ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൈകളിൽ ഇരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിലുള്ള വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ തനി സാന്നിധ്യമാണെന്നും ദൈവമാണെന്നും നമ്മുടെ തിരിച്ചറിവ് നമ്മളിൽ എത്ര പേർക്കുണ്ട്? അതിലും ഗൗരവപരമായ ഒരു ചർച്ചയിലേക്ക്, ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 10ഉം 11ഉം വചനങ്ങൾ. വചനം എങ്ങനെയാണ് പറയുന്നത്? മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അത് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിക്കുന്നു, അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു, അത് എൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നു, അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. കണ്ടോ, ദൈവത്തിൻ്റെ വചനം നിത്യം ഫലം പുറപ്പെടുവിക്കുന്ന വചനമാണ്. അത് ഫലദായകമാണ്, അതിൻ്റെ പൂർണ്ണതയുണ്ട്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 35-ാമത് വചനം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാലും എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ലെന്ന്. എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മൊഴികൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട്, എത്രമാത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ തിരുവചനങ്ങളുടെ അഭിഷേകം ഞാൻ എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തോത് അനുസരിച്ചായിരിക്കും ദൈവകൃപ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും പെയ്തിറങ്ങുന്നത്, കൃപയായി പെയ്തിറങ്ങുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെയുള്ളവരെ, ഞാൻ വളരെ വർഷങ്ങളായി കുട്ടികളുടെ ഇടയിൽ ചെറിയ ശുശ്രൂഷ, ധ്യാന ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ അത്യധികം വിസ്മയിപ്പിച്ച ഒരു കാര്യമാണ് ഈ കുട്ടികളോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത മൊഴികൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ വീട്ടുകാരെയും അധ്യാപകരെയും മാതാപിതാക്കളെയും കൂട്ടുകാരെയെല്ലാം വിസ്മയിപ്പിക്കുമാറ് ഈ കുട്ടികളുടെ ജീവിതത്തിൽ ദൈവവചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഉണ്ടായ വ്യക്തമായ മാറ്റം ആരെയും അതിശയിപ്പിക്കുന്ന അതൊരു വിസ്മയമാണ്. ഇത് വലിയ അത്ഭുതമാണ്. നമ്മൾ കണ്ടില്ലേ, ഇത് എൻ്റെ ഉദ്ദേശം നിറവേറ്റും. അത് ഫലരഹിതമായി തിരിച്ചു വരാത്ത വചനമാണ്. ഫലരഹിതമായി ഒരിക്കലും ദൈവവചനം ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു വരികയില്ല. അതിൻ്റെ ഉദ്ദേശം നിറവേറ്റും. ഞാൻ ഏൽപ്പിച്ച കാര്യം അത് പൂർത്തിയാകുമെന്നാണ് യെശയ്യാ പ്രവചനത്തിൽ നമ്മളിപ്പോൾ 55-ാം അധ്യായം 10ഉം 11ഉം വചനങ്ങൾ കണ്ടത്. അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ എത്രമാത്രം ഈ ദൈവവചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവവചനത്തിൻ്റെ അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ നമ്മുടെ കുട്ടികളെ അഥവാ നമ്മളെങ്ങനെയാണ് ഈ വചനത്തോട് കാണിക്കേണ്ട ഒരു സമീപനമെന്ന് പറയുന്നുണ്ട്. അവർ ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അവയെപ്പറ്റി തന്നെ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുന്ന ഹൃദയപരമാർത്ഥയുള്ള, ശരിക്കും ദൈവവുമായി ബന്ധമുള്ള ഒരു വചനത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ടോ, എൻ്റെ ഭവനത്തിലുണ്ടോ, എന്നിൽ നിന്ന് അതിൻ്റെ ഒരു അഭിഷേകം അഗ്നിയായി ഒഴുകി ഇറങ്ങുന്നുണ്ടോ എന്ന് ധ്യാനിക്കേണ്ട സമയങ്ങളാണിത്. പ്രിയമുള്ളവരെ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1285 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: നമ്മൾ എല്ലാവർക്കും സുവിശേഷം കൊടുക്കുവാനുള്ള വിളിയാണ് നമുക്കുള്ളതെന്ന്. ആ വിളി അനുസരിച്ച് നമ്മൾ എത്ര പേർ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ ആ വിളി അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴേക്കും ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഇതിൻ്റെ ദാതാവ് എന്ന് പറയുന്ന പിതാവായ ദൈവമാണ്. ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ജീസസ്, യേശുവാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രമേയം. പ്രിയമുള്ളവർ, ഇതിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നൂറ്റാണ്ടുകളിലൂടെ പരസ്പരം കാണാത്തവർ എല്ലാം ഇരുന്ന് ചേർന്ന് എഴുതിയത് പരിശുദ്ധാത്മാവ് ഒരു ഗ്രന്ഥമായി രൂപപ്പെടുത്തി നമ്മൾക്ക് തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വചനം ശ്രവിക്കുന്നതിലൂടെ ദൈവരാജ്യം, ദൈവവചനം വളരുകയാണ്. വചനം ശ്രവിക്കുമ്പോൾ ഒരു പൂത്തുലഞ്ഞ് നിൽക്കുന്ന വൃക്ഷം പോലെ നമ്മളാവുകയാണ്. എന്നാൽ ശ്രവിച്ച വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോഴേക്കും ഈ പൂത്തുലഞ്ഞ് നിൽക്കുന്ന വൃക്ഷം അത് ഫലം ചൂടി കായ്
വിളഞ്ഞു പാകമായി നിൽക്കുന്ന അവസ്ഥയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ഒരു അനുഗ്രഹവും ഒരു അഭിഷേകവും അതിൻ്റെ സമൃദ്ധിയും അതിൻ്റെ ഫലദായകവും നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തനങ്ങൾ 119 അധ്യായം മുഴുവൻ വചനം 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 എന്ന് പറയുന്ന അനേക ഭാഗങ്ങളുടെ 119 സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സങ്കീർത്തനങ്ങളിലെ ഏറ്റവും വലിയ സങ്കീർത്തനമാണ്. 176 വചനങ്ങളാണ് അതിൽ കൂടിക്കൊള്ളുന്നത്. പിന്നെ ഈ സങ്കീർത്തനങ്ങൾ 119 അതിൻ്റെ 18ാമത് വചനം ഇങ്ങനെ പറയുന്നു: ദൈവമേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുവാൻ എൻ്റെ നയനങ്ങളെ തുറക്കണമെന്ന്. കാരണം മനുഷ്യൻ്റെ മാനുഷികമായ ഒരു കാഴ്ചപ്പാടിലൂടെ, മനുഷ്യൻ്റെ മാനുഷികമായ ഒരു ചിന്താഗതിയിലൂടെ ഒരിക്കലും ഈ വചനത്തിൻ്റെ സാരാംശം ഗ്രഹിക്കുവാൻ നമ്മുടെ കണ്ണുകൾക്കോ ചിന്തയ്ക്കോ മനസ്സിനോ കഴിയില്ല. നമ്മുടെ കണ്ണുകൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പൊരുൾ മനസ്സിലാകുവാൻ കണ്ണിൻ്റെ കാഴ്ചപ്പാട് മനുഷ്യൻ്റെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടല്ലാതെ ദൈവത്തിൻ്റെ ഒരു തുറവി നൽകണമേ, ദൈവം നൽകുന്ന ഒരു കാഴ്ചശക്തി നൽകണമേ എന്നിവിടെ വചനം പറയണം. വീണ്ടും 119 സങ്കീർത്തനം അതിൻ്റെ 148ാമത് വചനം ഇങ്ങനെ പറയുന്നു: രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരുന്നു അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തൊരു തീക്ഷ്ണതയാണെന്ന് ആലോചിച്ച് നോക്കിയേ. രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ മൊഴികളെ പറ്റി ധ്യാനിക്കുവാൻ വേണ്ടി ഇരുന്ന് ദൈവത്തിൻ്റെ മൊഴികളെ പറ്റി ഇങ്ങനെ ധ്യാനിക്കുകയാണ്. അങ്ങനെ ഒരു ധ്യാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? കാരണം നമ്മൾ ആദ്യം വചനം കണ്ടു, ഇത് സത്യമായി ജീവിക്കുന്ന ദൈവമാണ്. ഇത് ദൈവത്തിൻ്റെ വചനങ്ങൾ തന്നെയാണ്, ദൈവത്തിൻ്റെ മൊഴികളാണ്, ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യ ശക്തിയാണ് എന്ന് നമ്മൾ ഒരു തിരിച്ചറിവുണ്ടാകുന്നുണ്ടോ? ഹെബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5ാമത് വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അതിൽ വിശ്വസിച്ചില്ല. കണ്ടോ, ഇത് വിശ്വസിക്കുന്നവരുടെ ഈ അടയാളങ്ങൾ ഉണ്ടാകുന്നത്. വിശ്വസിക്കുന്നവരുടെ ഈ അടയാളം ഉണ്ടാവുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൈവം നൽകുന്ന ആ മൊഴികളിൽ, അവിടുത്തെ കൽപ്പനകളിലെ പ്രമാണങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതം മറ്റുള്ളവരോ നാട്ടുകാരോ വീട്ടുകാരോ കുടുംബത്തിൽപ്പെട്ടവരോ കൂട്ടായ്മയിലുള്ളവരോ ദേശത്തുള്ളവരോ എൻ്റെ അധികാരികളോ എഴുതി തള്ളിയവരായിരിക്കാം, എന്നെക്കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞവരായിരിക്കും. നമ്മൾ നോക്കിക്കേ, എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയെപ്പറ്റി പറയുന്ന ആ ഭാഗം ഒന്ന് ധ്യാന വിഷയമാക്കേണ്ടതാണ്. ദൈവം പ്രവാചകനോട് പറയുകയാണ്: പ്രവാചക, ഈ അസ്ഥികളോട് ദൈവമായ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവിൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവിൻ്റെ വചനം ഈ വലിയ കൂമ്പാരമായി കിടന്ന അസ്ഥികളോട് പ്രവാചകൻ പ്രസംഗിച്ച് തുടങ്ങിയപ്പോഴേക്ക് ഇതാ ഒരു കിരികിരാ ശബ്ദം കേട്ടു എന്നാണ് വചനം പറയുന്നത്. ആ അസ്ഥികൾ കൂട്ടി യോജിച്ച ഒരു ശബ്ദം. അസ്ഥികളിങ്ങനെ കൂട്ടി യോജിച്ച് വീണ്ടും ഇതാ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതാ ആ അസ്ഥികളുടെ മേലെ മറ്റേ മാംസവും ചർമ്മങ്ങളും വന്ന് പൊതിയുന്നതായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് പ്രിയമുള്ളവരെ, ദൈവം പ്രവാചകനോട് പറഞ്ഞു: പ്രവാചക, ഈ നിഹിതന്മാരോട് 4 വായുക്കളിൽ നിന്നും ഈ ജീവശാസ്ത്രത്തോട് പറയുക, ഈ നിഹിതന്മാരുടെ വന്ന് പ്രവേശിക്കാൻ. പ്രിയമുള്ളവരെ, ഈ ജീവശാസ്ത്രത്തോട് പ്രവചിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയ സൈന്യം കണക്കെ ഇത് ആ അസ്ഥികളായി കിടന്ന അസ്ഥിക്കൂമ്പാരം ഇതാ വലിയ ഒരു സൈന്യം കണക്കെ ഇങ്ങനെ നടന്ന് നീങ്ങുന്നതായിട്ട് ഇവിടെ വചനം പറയുകയാണ്. ഇവിടെ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹല്ലേലൂയ! ഇത് വളരെ ചിന്ത നൽകുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ ആര് എവിടെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാലും അവരുടെയൊക്കെ ജീവിതങ്ങൾ മാറ്റിമറിയപ്പെടും. അതാണ് നമ്മൾ ഹെബ്രായർ 4 അതിൻ്റെ 2 വചനം കണ്ടത്. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ വചനത്തിൽ വിശ്വസിച്ചില്ല. പിന്നെ മറ്റൊരു വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതിൻ്റെ 16-ാം അധ്യായം 25 മുതലുള്ള വചനം ഇങ്ങനെയാണ് പറയുന്നത്. അർദ്ധരാത്രിയുടെ അടുത്ത സമയത്ത് പൗലോസും ശീലാസും കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. തടവുകാരത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലും തുറക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്തു നോക്കണം. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് പാതിരാ സമയത്ത്, അതിങ്ങനെ ജയിലറയിൽ കിടക്കുന്ന അവർ പാതിരാ സമയത്തും അർദ്ധരാത്രിയുടെ അടുത്ത സമയത്തും ദൈവത്തിൻ്റെ വചനങ്ങൾ, സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ഏറ്റേറ്റ് പാടി, ദൈവത്തിൻ്റെ വചസ്സുകൾ ഇങ്ങനെ ഏറ്റേറ്റ് പാടി, ദൈവത്തിൻ്റെ വചസ്സുകളിൽ ആനന്ദം കൊണ്ട് അവരിങ്ങനെ സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ
കണ്ടോ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അവിടെ സംഭവിച്ചത് എന്താണ്? അവരുടെ പ്രശ്നങ്ങളുടെ അടിത്തറ ഇളകും. കണ്ടോ, ദൈവവചനമേ ആരെങ്കിലും എവിടെയെങ്കിലും ഇതുപോലെ വിശ്വാസത്തോടെ ഉപയോഗിച്ചാൽ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ കാരാഗ്രഹമായിരുന്നു. അതെ, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി തടവുകാരെല്ലാവരും മോചിച്ച് എല്ലാ വാതിലുകളും ഒരേ സമയം തുറക്കപ്പെടുകയാണ്. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യ ശക്തിയാണ്. എവിടെ ആര് വചനം ഇതിങ്ങനെ വിശ്വസിച്ച് ഹൃദയത്തിൽ വചനം പേറി ഹൃദയത്തിൽ വചനം സ്വീകരിച്ച് ഇതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഇങ്ങനെ വലിയ അനുഗ്രഹങ്ങളും അടയാളങ്ങളുടെ ജീവിതങ്ങളിൽ ദൃശ്യമായി കാണുവാൻ ഇടവരും. വീണ്ടും 119 സങ്കീർത്തനങ്ങളിൽ അതിൻ്റെ 115 വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദുഷ്കർമ്മികളെ എന്നെ വിട്ടുപോകുവിൻ, എന്തെന്നാൽ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനം ഞാൻ പാലിക്കട്ടെ. കണ്ടോ, ദുഷ്കർമ്മികളുമായുള്ള എൻ്റെ കൂട്ടായ്മ, എൻ്റെ ദൈവമായ എൻ്റെ കൂട്ടായ്മയിൽ എനിക്ക് വളരുവാൻ ദുഷ്കർമ്മികളുമായുള്ള എൻ്റെ കൂട്ടായ്മ എനിക്ക് തടസ്സമാണ്. ഞാനിപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തികൾ, ദൈവവചനം എന്നിൽ വളരാൻ അത് തടസ്സമാണ്. അതാണ് 119 സങ്കീർത്തനം 115 വചനം ഇങ്ങനെ പറയുന്നത്: ദുഷ്കർമ്മികളെ എന്നെ വിട്ടുപോകുവിൻ, എന്തെന്നാൽ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനം പാലിക്കട്ടെ എന്ന്. അങ്ങനെ വീണ്ടും 119 സങ്കീർത്തനം അതിൻ്റെ 105 വചനം പറയുന്നത് അവിടുത്തെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന്. അങ്ങനെ പ്രകാശിക്കുന്ന, നമ്മളെ ജ്വലിപ്പിക്കുന്ന, നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന, ദൈവത്തിൻ്റെ കൃപയിലേക്ക് നയിക്കുന്ന ദൈവം തന്നെയായ ഈ വചനം എൻ്റെ ഉള്ളറകളെ പ്രകാശിപ്പിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ കത്തുന്ന അഗ്നിയായി ഇങ്ങനെ വചനത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെ കത്തുന്ന അഗ്നിയായി വചനത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഓർത്ത് നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ഉം 38-ഉം വചനങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ അവനിൽ നിന്ന് ഒഴുകും. കേട്ടോ, വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ലിഖിതങ്ങൾ പ്രഖ്യാപിക്കുന്ന പോലെയാണ്. എല്ലാം വിശുദ്ധ ഗ്രന്ഥം കേന്ദ്രീകൃതമായ ഒരു ജീവിതം എൻ്റെ കുടുംബത്തിലുണ്ടാകണം. ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെ വചനം പഠിപ്പിക്കാൻ തയ്യാറാകുന്നുണ്ടോ? എൻ്റെ ജീവിത വഴികളിൽ എനിക്കിത് പ്രകാശമാകുന്നുണ്ടോ? ഞാനീ സ്വീകരിച്ച പ്രകാശം അനേകർക്കത് പ്രകാശമാകാൻ, എനിക്ക് പ്രകാശമേകാൻ ഞാൻ സ്വീകരിച്ച ദൈവവചനത്തിന് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന് 3-ാമത് വചനം സുഖപ്പെടുത്തുന്ന വചനമാണ്. അവന് ശക്തിപൂർവ്വം എല്ലാവരും സൗഖ്യപ്പെടുത്തുന്ന വചനമാണ്. ആ വചനമുണ്ടോ? ആ വചനം എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ആ വചനം എനിക്ക് സ്വന്തമാക്കിയിട്ടുണ്ടോ? ആ വചനത്തിന് ഞാൻ നിലനിൽക്കുന്നുണ്ടോ? ആ വചനത്തോടൊരു തീവ്രമായ അഭിനിവേശം എനിക്കുണ്ടോ? ആ വചനത്തോടെ എനിക്ക് ദാഹമുണ്ടോ? വീണ്ടും നിയമാവർത്തന പുസ്തകങ്ങൾ അതിൻ്റെ 28-ാം അധ്യായം 1 മുതൽ 14 വരെ കൊടുത്തിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കണം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഞാനിന്ന് നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയപ്പെടും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിൽ നീ ഒരു അനുഗ്രഹമായി തീരും. ദൈവത്തിന് അനുഗ്രഹമായി തീരും. എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഞാൻ നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കണം. അങ്ങനെ കൽപ്പനകൾ, പ്രമാണങ്ങൾ, ദൈവവചനങ്ങൾ പാലിക്കാൻ ഒരു തീരുമാനമെടുക്കുന്ന വ്യക്തിയുടെ ജീവിതം കണ്ടോ ദൈവം ഏറ്റെടുത്ത് ഉപയോഗിക്കും. ഏത് കഷ്ടതയോ, ഏത് നഷ്ടമോ, ഏത് ദുഃഖമോ, ദുരിതമോ, പ്രയാസമോ, സങ്കടമോ, കടബാധ്യത ഉണ്ടെങ്കിലും ഈ കർത്താവ്, എല്ലാത്തിൻ്റെ അധിപനായ, എല്ലാത്തിൻ്റെ ഉടയവനായ ദൈവം എൻ്റെയും നിൻ്റെയും ജീവിതം ഏറ്റെടുത്ത് അനുനിമിഷം നവീകരിക്കാൻ അവിടുന്ന് സദാ സന്നദ്ധനായി നിൽക്കുകയാണ്. പക്ഷെ ഞാൻ വചനം കേട്ട് പാലിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറണം. പിന്നെ വചനം കേട്ട് വേർതിരിക്കപ്പെട്ട വ്യക്തി ദൈവരാജ്യത്തിൻ്റെ ദൈവപൈതലാണ്. ആ ദൈവപൈതലിന് എൻ്റെ ചുറ്റുവട്ടങ്ങളിലൂടെ ഇങ്ങനെ ദൈവരാജ്യം വളരണം. ആ ദൈവപൈതലിനെ തേടി എത്തുന്ന അനേക വ്യക്തികൾ ഉണ്ടാകണം. വചനത്തിൻ്റെ ഒരു ശക്തിയായി ആ വ്യക്തി മാറണമെങ്കിൽ തൻ്റെ ഉള്ളിൽ കത്തുന്ന അഗ്നിയായി ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അതാണ് നമ്മൾ കണ്ടത്. ദുഷ്കർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ, എന്തെന്നാൽ
ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനം പാലിക്കട്ടെ. ദൈവമായ കർത്താവിൻ്റെ വചനം പാലിക്കാൻ എനിക്ക് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല കോംപ്രമൈസുകൾ ഞാൻ മുറിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടോ, എൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടുവാൻ, എൻ്റെ ജീവിതവും എൻ്റെ ശുശ്രൂഷയും എൻ്റെ ബിസിനസ്സും എൻ്റെ ചുറ്റുവട്ടം എൻ്റെ പഠനവും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ വചനം ശ്രവിക്കുന്ന, വചനം പാലിക്കുന്ന വ്യക്തിയായി മാറണം. അങ്ങനെ ദൈവവചനത്തിന് മുമ്പിൽ തന്നെ അടിയറവയ്ക്കാൻ തക്ക ഒരു സമർപ്പണ ബോധം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ദൈവം തൻ്റെ വചനം അയച്ച് എന്നെ സൗഖ്യപ്പെടുത്തും. പ്രിയമുള്ളവരെ, സൗഖ്യപ്പെടുത്തുന്ന വചനം, വിടുതലിൻ്റെ വചനം, രോഗശാന്തി നൽകുന്ന വചനം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വചനം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:30 വചനം ഇങ്ങനെയാണ് പറയുന്നത്: യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും മാനസാന്തരവും രോഗശാന്തിയും സംഭവിക്കാൻ തക്കവിധം അവിടുത്തെ വചനം അയക്കണേ, അവിടുത്തെ കരം നീട്ടണമേ എന്നാണ്. പിന്നെ വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 8-ാമത് വചനം ഇങ്ങനെയാണ് പറഞ്ഞത്: ഇതാ നിന്റെ മുന്നിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ മൊഴികൾക്ക് തന്നെ അടിയറ വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തോട് ഇതുപോലൊരു ബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തിൽ ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടോ, ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ദൈവം സ്ഥാപിച്ചിരിക്കുകയാണ്. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഒരു മനുഷ്യൻ്റെ മാനുഷികമായ ശക്തി എത്ര പരിമിതമാണെങ്കിലും അത് ദൈവവചനം കാക്കുന്ന, ദൈവവചനം പേറുന്ന ഒരു ദൈവപൈതലിൻ്റെ കാര്യത്തിൽ സ്വർഗത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അവിടുത്തെ വചനത്തിലൂടെ ആണ് നമുക്ക് വെളിപ്പെടുന്നത്. അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാലാണ് നമ്മൾ ഓരോ നിമിഷവും നിലനിൽക്കുന്നത്. അവിടുത്തെ വചനമാണ് നമ്മെ താങ്ങി നിർത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടില്ലേ, യോഹന്നാന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 35-ാമത് വചനം. യോഹന്നാന്റെ സുവിശേഷം 24:35: ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ അത് കടന്നു പോകുകയില്ല. വചനങ്ങൾ കടന്നു പോകാത്ത വചനമാണ്. ദൈവത്തിന് സ്വീകാര്യരായ മക്കൾ ഈ വചനത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. പിന്നെ നമ്മുടെ സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായത്തിലെ അവിടുത്തെ വചനം വളരെ വ്യക്തമായി ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ വചനം എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സ്തുതികൾ എൻ്റെ അധരങ്ങളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, അത് ദൈവത്തിൻ്റെ കൃപയുടെ നിറവാണ്, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് എന്നെയും നിങ്ങളെയും വളർത്തിയെത്തിക്കുകയാണ്. അങ്ങനെ എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കൃപയുടെ നിറവിലേക്ക് എത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ വലതുകരം പിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ സാന്നിധ്യ ശക്തി കൊണ്ട് എന്നെ ബലപ്പെടുത്തുന്നു. എൻ്റെ ജീവിതം എൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് അഭിഷേകമായി വളരണം, പടരണം. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ സുവിശേഷ വേല ചെയ്യുന്നവർ, രാജ്യത്തിൻ്റെ പുറത്ത് സുവിശേഷ വേല ചെയ്യുന്ന മിഷണറിമാരൊക്കെ ആദ്യം ഇങ്ങനെ യേശുവിൻ്റെ വചനം പ്രസംഗിച്ചല്ല, അവർക്ക് അപ്പമാകേണ്ടവൻ അപ്പമാകും, ആശുപത്രി രോഗിക്ക് വൈദ്യനാണ് ആവശ്യമെങ്കിൽ അവിടെ വൈദ്യനായി മാറും, വിദ്യാഭ്യാസം കൊടുക്കുന്ന വിദ്യാഭ്യാസമായി മാറും. അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ എന്താവശ്യമാണോ അവർക്കുള്ളത് ആ ആവശ്യങ്ങളിലേക്ക് ഇങ്ങനെ സുവിശേഷമാകുകയാണ്, സുവിശേഷമേകുകയാണ്. അതുപോലെ എൻ്റെയും ജീവിതങ്ങളിൽ എനിക്ക് എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അനേകർക്ക് സുവിശേഷമാകാൻ, അനേകർക്ക് സുവിശേഷമേകാൻ എൻ്റെ ഈ ജീവിതം കൊണ്ട് അതേ വിലമതിക്കാനാവാത്ത അമൂല്യതയായ വിശുദ്ധ ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി എനിക്ക് എൻ്റെ ജീവിതത്തിന് സർവസ്വമായി മാറുവാൻ, എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ, എനിക്കിത് പഠിക്കാൻ ഒരു ദാഹമുണ്ടാകാൻ, ആ വചനത്തിനനുസരിച്ച് ജീവിതം നയിക്കുവാൻ ഉള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ശാന്തമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മെ ഓരോ നിമിഷവും വലയം ചെയ്യട്ടെ. ദൈവവചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളെയും ശുശ്രൂഷകളെയും ബലമുള്ളതാക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വചനം നിറഞ്ഞ ആ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുവാൻ, അമ്മയുടെ സാന്നിധ്യ ശക്തിയാൽ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ച് മുന്നേറാൻ തക്ക ഒരു അഭിഷേകത്തിനായി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ
സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.